അഭിഷേകിനെക്കാളും ചിലപ്പോൾ ഉച്ചത്തില് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ജാസ്മിൻ. അപ്പോ ജാസ്മിനെ പോലെ ഒരാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ജാസ്മിനെ എങ്ങനെയാണ് സിബിൻ ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ജാസ്മിനോട് പോയി നേരിട്ട് നിന്ന് തർക്കിച്ചത് കൊണ്ടോ ജാസ്മിന് പറയാനുള്ള സ്പേസ് കൊടുത്തത് കൊണ്ടോ ഒരിക്കലും ജാസ്മിനെ നേരിടാൻ പറ്റില്ല. അത് ഏറ്റവും നന്നായിട്ട് സംസാരിച്ച് അവിടെ തെളിയിച്ച ആള് സിബിനാണ്. ജാസ്മിൻ വരുമ്പോ നീ പോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്ത് അപമാനിച്ചു വിടുക, ആ ഒരു രീതി സിബിൻ അവിടെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അവഗണിക്കുക, ഒഴിവാക്കി വിടുക, വാല്യൂ കൊടുക്കാതിരിക്കുക. അത് ജാസ്മിൻ പിന്നീട് പറയുന്നുണ്ട്, ഒരു പട്ടിയുടെ വില പോലും ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് തരില്ല. അപ്പൊ ആ തരത്തിൽ ജാസ്മിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞുകൊണ്ട് മാത്രമേ അവിടെ നേരിടാൻ പറ്റുള്ളൂ. അത് ജാസ്മിന്റെ സ്ട്രെങ്ത് ആണ് കേട്ടോ. ജാസ്മിൻ അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷെ അതുപോലെ ഇന്ന് അഭിഷേക് ജാസ്മിനെ നേരിട്ട രീതി, അതായത് രണ്ട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, അഭിഷേക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, നീ ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ എന്നൊരു ചോദ്യം. അവിടെ അഭിഷേക് പറയാനായിട്ട് ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് പുറത്ത് വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യം ഗബ്രിയോട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടോ? അതായത് അവിടെ ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ആലോചന വന്നു, പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്. അത് പൂജയും നമ്മുടെ സിബിനും അഭിഷേകും ഒക്കെ ഉള്ള സമയത്ത് ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് അന്ന് പൂജയും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഉദ്ദേശിക്കുന്ന, എനിക്ക് തോന്നുന്നു, ഈ വാപ്പയുടെ ഇന്റർവ്യൂവിൽ വാപ്പ പറയുന്നുണ്ട് കല്യാണം ഉറപ്പിച്ചതാണെന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു സാധനം ഗബ്രിയോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു പോയിന്റ് ആണ് ഇവിടെ അഭിഷേക് എടുത്തിടാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും അത് അഭിഷേകിന് അതിനകത്ത് പറയാൻ പറ്റും.